ഹായ്, നമ്മൾ കുറച്ച് നാൾ മുന്നേ സൗദിയിലായിരുന്നു. ഇപ്പോൾ ലീവിലാണ്. ഇപ്പോൾ സൗദിയിലുണ്ടാകുന്ന സമയത്ത് നമ്മളൊരു സുഹൃത്തുണ്ട്, ആബിദ് മംഗലാപുരം. അപ്പം മൂപ്പർക്കൊരു കടയുണ്ട്, ബൂഫിയ. ചെറിയ സ്നാക്സൊക്കെ കിട്ടുന്ന, ചായ, ടീ, കോഫി, സ്നാക്സൊക്കെ കിട്ടുന്ന, സാൻഡ്വിച്ചൊക്കെ കിട്ടുന്ന, ബർഗറൊക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ എല്ലാ ഫ്രൈഡേയും നമ്മൾ അവിടെ പോകും. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് മൂപ്പർ സ്പെഷ്യൽ ഐറ്റമുണ്ട്, ബത്താത്തസ്, അതായത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ കൂടെ കുറച്ച് കച്ചപ്പും മയോണസൊക്കെ ആക്കിയിട്ടുള്ള ഒരു വല്ലാത്തൊരു ഐറ്റം. അതിൻ്റെ കൂടെ ഒരു സുലൈമാനിയും. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ ആ ഫീല് നമ്മൾ ഭാര്യനോട് പറഞ്ഞുതരാം. ഓൾ പറഞ്ഞ്, അതെന്താ, അതിനേക്കാൾ വലുത് ഞാൻ ആക്കി തരൂലേ, എനിക്ക് അതിനെക്കാട്ടും വലിയ കൈപ്പുണ്യമില്ലേ, ഞാൻ കണ്ണൂർക്കാറ്റല്ലേ. അപ്പോൾ തന്നെ അവൾ 3 ഉരുളക്കിഴങ്ങ് എടുത്തു, വലിയ നോക്കിയിട്ട്. അതിനുശേഷം അവൾ വൃത്തിക്ക് ക്ലീൻ ചെയ്തു. ശേഷം അത് സ്ലൈസ് ചെയ്തു. നമ്മൾ സാധാരണ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കാണുന്ന ആ ഒരു ഷേപ്പിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തു. ശേഷം നല്ല ചൂടുള്ള ഉപ്പുള്ള വെള്ളത്തിൽ, ഉപ്പ് കലക്കിയ വെള്ളത്തിൽ 10 മിനിറ്റ് നേരം വേവിക്കാൻ വെച്ചു. ഏകദേശം ഒരു അര ബന്ധത്തിന് ശേഷം അവളത് റിമൂവ് ചെയ്തു. ശേഷം നല്ലൊരു ഉണങ്ങിയ ക്ലോത്ത് എടുത്തിട്ട് അത് ആ ഉരുളക്കിഴങ്ങിലുള്ള വെള്ളം ഒക്കെ ഒപ്പിയെടുത്തു. ശേഷം 1 മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചു. 1 മണിക്കൂറിന് ശേഷം വീണ്ടും എടുത്തിട്ട് നല്ലൊരു കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് വീണ്ടും ഇതുപോലെ അതിലുള്ള വെള്ളം ഒപ്പിയെടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അവസാന സ്റ്റേജ് എന്ന് പറയുന്നത് ഇത് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവൾ അൽമീത്താൻ്റെ അപ്പം ചുടുന്ന ചീൻചട്ടിയിൽ മെല്ലെ മെല്ലെ ഈ ബത്താത്തസ്, ഈ ഉരുളക്കിഴങ്ങ് ഇടാൻ തുടങ്ങി. ഏകദേശം ഒരു 2 സ്റ്റെപ്പായിട്ടാണ് ഇട്ടത്. ആദ്യം ഇട്ടതിന് ശേഷം അതിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തു. അങ്ങനെ ഒരു 10 മിനിറ്റോളം ആദ്യത്തെ ഘട്ടത്തിന് പൊരിയാൻ വേണ്ടി സമയത്തിട്ടുണ്ട്. 2ാം ഘട്ടവും അതുപോലെ തന്നെ. അങ്ങനെ 2 ഘട്ടത്തിലായിട്ടാണ് ഈ 3 ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തത്. ഈ ഫ്രഞ്ച് ഫ്രൈസ് സൗദിയിലൊക്കെ നമ്മൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുമ്പോൾ പല ടേസ്റ്റിലാണ് അനുഭവപ്പെടാറ്. കോലം ഒന്നാണെങ്കിലും ടേസ്റ്റ് പല ടേസ്റ്റാണ്. ഇപ്പോൾ ഹർഫി പോയ വേറെ ടേസ്റ്റാണ്, KFCയിൽ വേറെയാണ്, അൽബൈക്കിൽ വേറെയാണ്, പല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ ആബിൻ്റെ കട, അവൻ്റെ ബൂഫിയെ പോയ വേറെ ടേസ്റ്റാണ്. പക്ഷെ കാണാനൊക്കെ ഏകദേശം ഒരേ സൈസും ഒരേ ഷേപ്പും ആയിരിക്കും. ആ ഷേപ്പും നമ്മുടെ ബത്താത്തസിന് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ കിട്ടുന്നുണ്ട്. ഇനി ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മളെ കുട്ടിപ്പട്ടാളത്തോടൊപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായം ഒന്ന് അന്വേഷിക്കണം. കൊള്ളാട്ടോ, ഏകദേശം ഒരു 60% ആയെന്ന് ഞാൻ പറയും. കാരണം അതിന് കച്ചപ്പും മയോണസിൻ്റെയും കുറവുണ്ട്. കുറച്ച് ഉപ്പ് അധികമായി പോയിരുന്നു, ആ ഒരു പോരായ്മയുണ്ട്. പക്ഷെ എന്നിരുന്നാലും ടേസ്റ്റ് നമ്മുടെ സൗദിയിലാണെങ്കിലും ഉണ്ടാക്കുന്നതിന് മറ്റൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.